കുട്ടനല്ല കുഞ്ഞാന്നേ, കൊച്ചു കുഞ്ഞ്. എന്റെ മാതാവേ, ഇത് കൊള്ളാലോ. വടക്കൻ വീട്ടിൽ തറവാട്ടിലെ ഫാവി പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് എല്ലാരും കൂടെ ഇങ്ങനൊരു വട്ടമേശ സമ്മേളനം നടത്തുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കൊച്ചുകുഞ്ഞിനൊരു കസേരയും വീശാൻ 2 പെഗും ഉണ്ടെങ്കിൽ ഒന്ന് കൂടിത്തരാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അങ്ങനെ ഒരു കസേരയും 2 പെഗും വെച്ച് വീശി അർമാദിക്കുന്ന തന്തമാർക്കുണ്ടായതല്ല ഞങ്ങള്. അതുള്ളതാ. കാര്യം വക്കീല് കള്ളനാണേലും ഇപ്പൊ പറഞ്ഞുള്ളതാ. തന്തമാർക്കല്ല ഈ നിൽക്കുന്ന പിള്ളേർ ആരും ഉണ്ടായതെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായി. കൊച്ചുകുഞ്ഞിനെ ഇടിച്ച് പദം വരുത്തിയേച്ച് ഈ നെഞ്ചത്തോട്ട് കൃഷി ഇറക്കി അങ്ങനെ ഇപ്പൊ ആരും വിളവെടുപ്പ് നടത്തണ്ട. നടക്കുകയല്ല. കുരിശുപള്ളി മാതാവാണെ നടക്കുകയല്ല. ഇപ്പൊ 2 കേറിയച്ചാണ് ഞാൻ ഇങ്ങോട്ട് കേറി വന്നതെങ്കിൽ കളക്ടറാണ് SP ആണെന്നൊന്നും ഞാൻ നോക്കിയാലായിരുന്നു. ഇടിച്ച് കൂമ്പ് കലക്കി രക്തം മുള്ളിച്ചാണ് ഞാൻ. വന്ന് മുള്ളിക്കടാ. ചവിട്ടി നിന്റെ ആടിയാധാരം കലക്കും ഞാൻ. ഭാഗം വെപ്പ് മാത്രം മനസ്സിൽ കണ്ട ആക്രാന്തം മൂത്തിട്ട് ചേട്ടായിക്ക് ഇപ്പൊ എന്നാ കണ്ടാലും അടിയാധാരം എന്നൊരു ചിന്തയുള്ളൂ. ചേട്ടായിയേ, എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് അടിയാധാരം. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാ ചവിട്ടി അടിപ്പണ്ടം കലക്കി കൈ തരിഞ്ഞാൻ. എങ്കി ഇങ്ങോട്ട് വേടാ. നീ വളതണ്ടി. കൊച്ചുകുഞ്ഞിനോടാ കളി. ഒരാവർത്തി കൂടി എല്ലാരോടും പറയാ, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തരിഞ്ഞാൻ. അപ്പൊ ശരി. അയ്യോ, നീയായിരുന്നു. ആദ്യ കാഴ്ചയിലെ ആകാശം കണ്ടപ്പോ എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന്. എന്നതാ മുഖത്തെ മേഘപാളികൾക്ക് ഒരുതരം മൂടൽ. വിശദീകരണം കിട്ടാൻ നിന്റെ ISROയിലെ ഏതെങ്കിലും നായരെ ഞാൻ വിളിച്ച് ചോദിക്കണം. 11 മണി കഴിഞ്ഞിട്ടും ഒരെണ്ണം പോലും അടിക്കാത്ത നീയൊക്കെ എവിടത്തെ കള്ളൂടിയനാടാ. കൊള്ളാം, നല്ല കാമുകി. എന്നും ഇങ്ങനെ തന്നെ വേണം. അതിരിക്കട്ടെ, ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണാവോ? അതൊക്കെ ഉണ്ടടാ മോനെ. ഇനി മുതൽ ഈ ഹെലൻ വർഗീസ് ഡോക്ടർ ഹെലൻ വർഗീസ് ആണ്. മനസ്സിലായോ? അതിനിടയ്ക്ക് നീ ഡോക്ടറോ ആയോ? അതേതായാലും നന്നായി. വല്ലപ്പോഴൊക്കെ എനിക്ക് എന്റെ ലിവർ ഒന്ന് ചെക്ക് ചെയ്യാലോ. ആ ഡോക്ടർ അല്ല മോനെ ഈ ഡോക്ടർ. ഇത് നിന്റെ ആമാശയം ചെക്ക് ചെയ്യുന്ന ഡോക്ടർ അല്ല, ആകാശം പരിശോധിക്കുന്ന ഡോക്ടറാ. ഡോക്ടറേറ്റ്, PhD, ISROയിലെ ജൂനിയർ സയന്റിസ്റ്റുകളിൽ ആദ്യം ഡോക്ടറേറ്റ് കിട്ടിയ ആളാ ഞാൻ. ആ ക്രെഡിറ്റ് കിട്ടിയ വകയില് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. അത് സംശയിക്കണ്ട, ചെലവൊക്കെ എന്റെ വകയാ. നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അതല്ല, അവിടെ നിന്റെ ഡാഡിയും മമ്മിയും ഒക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഞ്ചിന് വേണ്ടി. കാലങ്ങൾക്ക് ശേഷം പൊന്നാരമോള് വടക്കൻ വീട്ടിൽ തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നതല്ലേ. നമ്മളായിട്ട് എന്തിനാ പഞ്ചില്ലാതാക്കുന്നത്? അതുകൊണ്ട് നീ ആദ്യം അങ്ങോട്ട് ചെല്ല്, എന്നിട്ടാവല്ലോ കറക്കം. അതോർത്ത് എന്റെ മോൻ ടെൻഷൻ അടിക്കണ്ട. ഈ വണ്ടി ഇതുപോലെ അങ്ങ് വെച്ച് പിടിച്ച എവിടം വരെ എത്തും അത് പറ. ഈ ഗിയറിലാണെങ്കിൽ മിനിമം ഒരു പാണ്ടിലോറിക്ക് അടിയിൽ വരെ. പാണ്ടിലോറി എങ്കിൽ പാണ്ടിലോറി. ഇങ്ങെത്തിയോ? 3 ദിവസം മുമ്പ് നീ ഇങ്ങോട്ട് പോരുന്നു പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്. എന്നിട്ട് നീ ഇതെവിടെയായിരുന്നു? വിളിച്ചിട്ടാണേ കിട്ടുന്നില്ല. എങ്ങനെ കിട്ടാനാ? വാണനിരീക്ഷണമാണല്ലോ കൊച്ചുമകളുടെ ജോലി. ആകാശത്ത് റേഞ്ച് കിട്ടത്തില്ലല്ലോ മരുമകനെ. അതെ, ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നു. ഡോക്ടറേറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് കറങ്ങി. എന്തായാലും പൈലറ്റായിട്ട് കൂടെ കൂട്ടിയത് ആ തലതിരിഞ്ഞവനെ ആയിരിക്കും. ട്രൈ ചെയ്തു, പക്ഷേ മഹാറാണി ബാറിൽ മിസ്സായി പോയി. ബാറിൽ മിസ്സായോ? അതെ, അവിടെ ആരെയോ കണ്ട് അനുഗ്രഹം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ബാറിലൊക്കെ ഇപ്പൊ അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ? പിന്നെ അവന്റെ അമ്മ മഹാറാണിയിലെ സപ്ലയർ അല്ലേ, അനുഗ്രഹം കൊടുക്കാൻ. ഇനി ഇതിന്റെ പേരിൽ ആരും ആരുടെയും തലേ കയറാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്നാ വേണമെന്ന്. ഈനാമ്പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട. അത് തന്നെ. മോൾ അവന്റെ കാര്യത്തിൽ വിശദീകരിച്ച് സമയം കളയണ്ട. വന്ന വേഷം മാറ്റി വല്ലതും കഴിക്കാൻ നോക്ക്. മാറിക്കാൻ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് 10 രൂപ ഓട്ടോ ചാർജേ കാണൂ. അത് ശരി. ഫാവി വധു മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ ഫാവി വരൻ കോണിപ്പടി വഴി ഓട്ടുംപുറത്തോട്ട് കയറേണ്ടി വരും എന്നെനിക്ക് ഇപ്പൊ മനസ്സിലായി.
ഒച്ച വെക്കാതിരി, ഇത് ഞാനാ. ദേ കണ്ടോ, കോയി ബിരിയാണി, നിന്റെ താന്തോന്നിയുടെ വക. ഹ, പോയി വാതിൽ ഉറക്കടി, ബോംബെ ഹോട്ടലിനാ. ഈ പാതിരാത്രിയിൽ കോഴി ബിരിയാണിയോ? നീയും ഞാൻ ഒരുമിച്ചാൽ ഏത് പാതിരാത്രിയും നമുക്ക് പട്ടപ്പകലാക്കാം. കഥകു തുറക്കൂ കുട്ടി. Good morning, everybody. ഗുഡ് മോർണിംഗ്. Hello. Please be seated. താങ്ക് യു. Take the documents. You know, it's your share documents. കമ്പനിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ്സ്. മേനോൻ സർ, ഒരു ചെറിയ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് സെക്കൻഡ് പേയ്മെന്റ്. ഇറ്റ്സ് ഓക്കെ, ബട്ട് വൺ തിങ്, 3000 കോടിയാണ് ഈ പ്രോജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിലേക്ക് 10 ഷെയർ ഹോൾഡേഴ്സ്. ആ 10-1 നിങ്ങളായത് എന്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ്. യെസ്, മിനിസ്റ്റർ അടക്കമുള്ള ഡിഗ്നിഫൈഡ് ഫാമിലിയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പ്. ഐ നോ മിസ്റ്റർ മേനോൻ. യു ഡോണ്ട് നോ മിനിസ്റ്റർ ദ പ്രസന്റ് സിറ്റുവേഷൻ. മറ്റുള്ള 9 ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫുൾ പേയ്മെന്റ് അറ്റ് എനി ടൈം ഈ ഹാർബർ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കാരണം എനിക്ക് അവരെ ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ പേരിലുണ്ടാവുന്ന നഷ്ടം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 300 കോടിയേക്കാൾ അധികമായിരിക്കും. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് അറിയിക്കാനാണ് ഞാൻ ഈ പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. കമ്മിങ് മന്ത് 22nd is the deadline. That's all. എക്സ്ക്യൂസ് മീ മാതാവേ, ഞാൻ റെഡി. ഹോ, എന്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എന്നാത്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എന്റെ അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് പോണോന്ന് പറഞ്ഞത്? എന്റെ ലൊടക്ക് വണ്ടി മതിയോ അതോ വല്യമാവന്റെ ബെൻസ് എടുക്കണോ? രണ്ടും വേണ്ട, നടന്നു പോയാ മതി. അപ്പൊ പള്ളിയിലോട്ടായിരിക്കും. ആ, എന്നാ ഈ ദിവസം ഏതാന്നറിയോ നിനക്ക്? നിന്റെ അപ്പം മരിച്ചിട്ട് ഇന്നേക്ക് 25 കൊല്ലം തികയാ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ നീയും വേണം എന്റെ കൂടെ. കൊള്ളാം. രാവിലെ എന്തോ പുണ്യകർമ്മം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. അപ്പന്റെ ആത്മാവിന് വേണ്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അമ്മച്ചി പോയാ മതി, ഞാനില്ല. അതെന്നാ നീ ഇല്ലാത്തെ? വർഷാവർഷം ഇന്നേ ദിവസം ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് സൗകര്യം കിട്ടത്തില്ല. എനിക്ക് ഇന്നറിയണം നീ എന്നാ ഇല്ലാത്തേന്ന്. എനിക്ക് സൗകര്യപ്പെടുകയല്ല, അത്രേ ഉള്ളു കാര്യം. നടത്തം പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആ കർമ്മം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം അറിയാലായിരുന്നു. പിന്നെ ഊര് തണ്ടി തിരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പോയവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ കിട്ടുകയല്ല അമ്മച്ചി. നീ എന്നതാടാ പറഞ്ഞത്? നീ ജനിക്കുന്നതിന് മുൻപ് പോയ ആളല്ലാതെ നിന്റെ അമ്മയുടെ അടുത്തോട്ട് നിന്റെ അപ്പനാവാൻ വേണ്ടി വേറെ ആരെങ്കിലും കയറി വന്നോന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അണച്ച് ഇതങ്ങോട്ട് അവസാനിപ്പിക്കും നിന്റെ അമ്മച്ചി. അമ്മച്ചി അവസാനിപ്പിക്കണ്ട, ഇത് ഞാൻ അവസാനിപ്പിച്ചോളാം. മതി ഇങ്ങനെ ഒരുക്കി തീരുന്നത്. എന്നതാടാ നീ ചെയ്തത്? ഇതോടെ തീർന്നടാ നിന്റെ അമ്മച്ചിക്ക് ഈ കുടുംബത്തിലുള്ള സ്ഥാനം. അധികപ്പറ്റ ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ വേണ്ട. നീ ഇറങ്ങണോ ഞാൻ ഇറങ്ങണോന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഞാൻ ഇറങ്ങിക്കൊള്ളാം. വീടും വിളക്കും ഇല്ലാതെ പണ്ട് ഞാനാണല്ലോ അമ്മച്ചി അധികപ്പറ്റാട്ടി പടി ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടിയേക്കരുത്. അതിന്റെ ദണ്ണം മരണം വരെ ഞാനങ്ങ് സഹിച്ചോളാം.